നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. അങ്ങനെ ഈ ഫിനാൻഷ്യൽ ഇയറിൽ ആദ്യമായിട്ട് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കൂടാതെ ഇന്നലെ കൂൾ ഓഫ് ആയ ഇന്ത്യ വിക്സ് ഇന്ന് വീണ്ടും ചെറിയ തോതിലാണെങ്കിലും ഹീറ്റപ്പ് ആവുകയും ചെയ്തു. പ്രധാനമായും 10 ഘടകങ്ങളുടെ സ്വാധീനത്താലാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് ശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നത്. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. മാത്രമല്ല ഇന്ന് നിഫ്റ്റിക്ക് ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിന് തൊട്ട് താഴെയായിട്ട് റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വരികയും ചെയ്തു. ഏകദേശം 300 പോയിന്റുകളുടെ ട്രേഡിംഗ് റേഞ്ചും ഇന്ന് നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഉണ്ടായി. 222 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 23,775 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 931 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 882 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും ആകെ 1416 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായുള്ളൂ. അതേസമയം 1560 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ്, PSU ബാങ്ക്, ഇൻഫ്ര, കൺസ്യൂമർ ഡ്യൂറബിൾസ്, പ്രൈവറ്റ് ബാങ്ക് തുടങ്ങിയ മേഖലകൾക്ക് 0.4% മുതൽ 2% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നപ്പോൾ പവർ, ഫാർമ തുടങ്ങിയ മേഖലകൾക്ക് 0.5% മുതൽ 1% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. L&T, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, HDFC ബാങ്ക്, ശ്രീരാം ഫൈനാൻസ്, ജിയോ ഫൈനാൻഷ്യൽ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. അതേസമയം ഡോക്ടർ റെഡ്ഡീസ് ലാബ്, ഹിൻഡൽകോ, ബജാജ് ഓട്ടോ, ഭാരത് ഇലക്ട്രോണിക്സ്, ONGC തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് നിഫ്റ്റിയിലെ ഗെയിനേഴ്സ് ആയിട്ട് മാറുവാനും സാധിച്ചു. അതേസമയം ബോർഡർ മാർക്കറ്റ്സുകൾ ഇന്ന് ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഇന്ത്യൻ രൂപയുടെ മുകളിലുള്ള ഊഹക്കച്ചവടം താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ടുള്ള RBIയുടെ നടപടിയെ തുടർച്ചയായി അവസാന 4 ട്രേഡിംഗ് സെഷനുകളിൽ ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനായെങ്കിൽ ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 8 പൈസയുടെ നഷ്ടത്തോടുകൂടി 92.66 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇൻഹൌസ് ആയിട്ട് ലിഥിയം അയൺ ഫോസ്ഫേറ്റ്സ് സെൽസ് നിർമ്മിക്കുമെന്നുള്ള പ്രഖ്യാപനം ഓല ഇലക്ട്രിക്കിന്റെ ഭാഗത്ത് നിന്ന് വന്നതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കില് 20% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ശക്തമായ നഷ്ടത്തിലേക്ക് നയിച്ച 10 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്ന് രാവിലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമ്മൾ കണ്ടിരുന്നു വീണ്ടും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾക്ക് ചൂടുപിടിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിച്ചത്. യുഎസിന്റെ ഭാഗത്ത് നിന്നും വെടിനിർത്തൽ കരാറിനെ കുറിച്ചുള്ള ശക്തമായ പ്രഖ്യാപനം വന്നെങ്കിൽ കൂടിയിട്ടും പ്രായോഗികമായിട്ട് ഇരു കൂട്ടരുടെയും ഭാഗത്ത് നിന്നും വെടിനിർത്തൽ കരാർ നടപ്പിലാകാതിരിക്കുന്ന കാഴ്ചകളാണ് കാണുവാനായിട്ടും സാധിക്കുക. ഇതിനെ തുടർന്ന് വീണ്ടും ബ്രെൻ ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉയർച്ച തന്നെയാണ് അനുഭവപ്പെടുന്നതും. ബ്രെൻ ക്രൂഡിന്റെ വില 3.6% ഉയർച്ചയോടുകൂടി 98.16 എന്ന ലെവലിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില 4.5% ഉയർച്ചയോടുകൂടി 98.67 എന്ന ലെവലിലേക്കായിട്ടും എത്തിച്ചേരുകയും ചെയ്തു. നിലവിൽ ബ്രെൻ ക്രൂഡും ക്രൂഡ് ഓയിലും ഏകദേശം 100 എന്ന സൈക്കോളജിക്കൽ ലെവൽ വീണ്ടും മറികടക്കുവാനായിട്ട് അവസ്ഥയിലേക്ക് ഓയിലിന്റെ വില എത്തിച്ചേരുകയും ചെയ്തു. ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഉയർച്ച ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും ഇന്ന് എണ്ണയുടെ വിലയിൽ ഉണ്ടായ വർധനവ് സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്തു. വെസ്റ്റ് ഏഷ്യൻ വെടിനിർത്തൽ പ്രഖ്യാപനങ്ങളെ തുടർന്ന് അതിശക്തമായ കുതിച്ചുചാട്ടം നടത്തിയ ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്ന് തളർച്ച തന്നെയാണ് അനുഭവപ്പെടുന്നത്. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറും 0.4%, കൂടാതെ നിലവിൽ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന 3 യൂറോപ്യൻ മാർക്കറ്റ്സും ഏഷ്യൻ മാർക്കറ്റ്സിലും ഇന്ന് അനുഭവപ്പെട്ട വീക്ക്നെസ്സിനെ തുടർന്ന് ഗ്ലോബൽ ക്യൂസ് വീക്ക്നെസ് പ്രകടിപ്പിച്ചതും ഇന്ന് വരെ ഈ മാസത്തില് 6 ട്രേഡിംഗ് സെഷനുകൾ പൂർത്തിയാക്കുകയുണ്ടായി. എന്നാൽ ഇന്നലെ വരെ 5 ട്രേഡിംഗ് സെഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലിംഗ് തുടരുകയാണ് ചെയ്തത്. കഴിഞ്ഞ മാർച്ച് മാസത്തെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ചരിത്രത്തിലെ റെക്കോർഡ് സെല്ലിംഗിന് ശേഷം ഈ മാസവും ഇടതടവില്ലാതെ അവരുടെ ഭാഗത്ത് നിന്നും ശക്തമായ സെല്ലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ സിംഗിൾ ഡേയില് ഏകദേശം 4% നേട്ടം കൈവരിക്കുവാൻ നിഫ്റ്റിക്ക് സാധിച്ചപ്പോൾ 2800 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും ഇന്നലെയും സെല്ലിംഗ് തുടരുക തന്നെ ചെയ്തു. തൽഫലമായി 5 ട്രേഡിംഗ് സെഷന് കൊണ്ട് 36,000 കോടി രൂപയ്ക്ക് മുകളിലാണ് അവർ വിറ്റിറങ്ങുകയും ഉണ്ടായത്. ഇന്നലെ അത്രയും വലിയൊരു പോസിറ്റിവിറ്റി അനുഭവപ്പെട്ടപ്പോൾ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ തുടർന്ന ശക്തമായ സെല്ലിംഗ് ഇന്ത്യൻ മാർക്കറ്റിലെ നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ വീണ്ടും സാരമായ രീതിയിൽ ബാധിക്കുവാനും അത് ഇടയാക്കി. തുടർച്ചയായി 4
ട്രേഡിംഗ് സെഷനുകളിലെ ശക്തമായ നേട്ടങ്ങൾക്ക് ശേഷം നേരിയതാണെങ്കിലും ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ നേരിടേണ്ടി വന്ന ഇടിവും ഇന്നലെ 20% ഇടിവ് രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സിൽ ഇന്ന് ഒരു ഘട്ടത്തിൽ 6% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടെങ്കിലും 3.25% ഉയർച്ചയോടുകൂടി തന്നെ 20 എന്ന സൈക്കോളജിക്കൽ ലെവൽ വീണ്ടും മറികടന്നുകൊണ്ട് 20.42 എന്ന ലെവലിലായിട്ടാണ് ഇന്ത്യ വിക്സും ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. ഇന്ന് സെൻസെക്സിന്റെ ഈ മാസത്തെ രണ്ടാമത്തെ ആഴ്ചയിലെ വീക്ക്ലി എക്സ്പയറി ആയതിനാൽ തന്നെ അനുഭവപ്പെട്ട വോൾട്ടാലിറ്റിയും തുടർച്ചയായി 4 ട്രേഡിംഗ് സെഷനിലെ നേട്ടവും കൂടാതെ ഇന്നലെ മാർക്കറ്റിന് കൈവരിക്കുവാനായ അതിശക്തമായ നേട്ടത്തെ തുടർന്ന് ഇന്ന് രാവിലത്തോടുകൂടി വീണ്ടും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ചൂടുപിടിക്കുന്ന സാഹചര്യത്തിൽ സ്മാർട്ടായിട്ടുള്ള നിക്ഷേപകര് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്തിറങ്ങുന്ന കാഴ്ചയും ഇന്ന് കാണുവാനായിട്ട് സാധിച്ചു. ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തളർത്തുന്നതിൽ പ്രധാന പങ്ക് തന്നെ വഹിക്കുകയും ചെയ്തു. ഇതുകൂടാതെ ഇന്ന് PSU ബാങ്കുകളിൽ മാത്രമല്ല പ്രൈവറ്റ് മേഖലയിലും അനുഭവപ്പെട്ട ശക്തമായ സെല്ലിങ്ങും അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് കുറച്ചേറെ ട്രേഡിംഗ് സെഷനുകൾക്ക് ശേഷം നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നത്. നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾക്ക് ഉടനടി ഒരു പരിഹാരമുണ്ടാകാനുള്ള സാധ്യതകൾ വിദൂരത്തിൽ തന്നെയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതം തന്നെ സംഭവിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയോടുകൂടി പുതിയ ഡെവലപ്മെന്റ്സുകൾ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ട് നെഗറ്റീവായിട്ട് വരികയാണെങ്കിൽ അതൊരു പക്ഷേ വീണ്ടും ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ട പോലെ തന്നെ ഒരു രാത്രിയിൽ തന്നെ 10% കുതിച്ചുചാട്ടത്തിനും കാരണമാക്കും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും മാർക്കറ്റിന് ശക്തമായ ഒരു ഇടിവിലേക്ക് പോകേണ്ടതായിട്ടും വരും. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാര്യങ്ങൾ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയും ഇരിക്കുന്നു. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%, ഫ്രാൻസ് മാർക്കറ്റ് 1%, ജർമ്മൻ മാർക്കറ്റ് 1.25% നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിൽ തായ്വാൻ, തായ്ലാന്റ്, ഇന്തോനേഷ്യൻ മാർക്കറ്റുകൾക്ക് മാത്രമേ ഇന്ന് നേരെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായുള്ളൂ. ബാക്കി എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സിനും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിലുണ്ടായ അതിശക്തമായ ഉയർച്ചയും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ വീണ്ടും ചൂടുപിടിക്കുന്നതിനെ തുടർന്ന് രാവിലത്തെ വെച്ച് നോക്കുമ്പോൾ ഗോൾഡിന്റെ വിലയിൽ ഇടിവാണ് അനുഭവപ്പെടുന്നത്. 4729.02 $per ഔൺസ് എന്ന നിലയിലേക്ക് ഗോൾഡിന്റെ വില എത്തിച്ചേരുകയും ചെയ്തു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ചില സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഗെയിൽ ഇന്ത്യ ഡോളർ കടം വാങ്ങൽ നിരക്ക് വർദ്ധിച്ചു വരുന്നതിനാൽ പ്രാദേശികമായി ഫണ്ട് സ്വരൂപിക്കാനുള്ള പദ്ധതികൾ കമ്പനി രൂപീകരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ജോജോ LG ചാനൽ പ്ലാറ്റ്ഫോമിൽ ജോജോ ടിവിയുടെ ലോഞ്ചിനായി LG ഇലക്ട്രോണിക്സുമായി കമ്പനി പങ്കാളിത്തം പ്രഖ്യാപിച്ചു. അപ്പോളോ മൈക്രോ സിസ്റ്റംസ് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി ലിംബറ്റ് ഗനികൾക്കുള്ള സ്ഫോടന പരീക്ഷണങ്ങൾ കമ്പനി പൂർത്തീകരിച്ചു. അദാനി ഗ്രീൻ എനർജി ഇന്ത്യയിലെ പുനരുപയോഗ ഊർജ്ജ പദ്ധതിക്കായി കമ്പനിയുടെ സബ്സിഡറിയായ AGEL UAE മിനർവ ഹോൾഡിംഗ്സുമായി ജോയിന്റ് വെഞ്ചർ കരാറിൽ ഒപ്പുവെച്ചു. സ്റ്റാർ ഹെൽത്ത് കമ്പനിയുടെ മാർച്ചിലെ പ്രീമിയത്തിന്റെ വരുമാനത്തിൽ 15.7% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 2567 കോടി രൂപയായിട്ട് റിപ്പോർട്ട് ചെയ്തു. ആപ്റ്റസ് വാല്യൂ ഹൗസിംഗ് ക്വാർട്ടർ 4 റിസൾട്ടുകൾ അംഗീകരിക്കുന്നതിനും ഇൻട്രീം ഡിവിഡന്റിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടിയിട്ട് മെയ് 6 കമ്പനിയുടെ ബോർഡ് യോഗം ചേരും. ടാറ്റ പവർ കമ്പനി ഊർജ്ജ പരിവേഷണം ത്വരിതപ്പെടുത്തുന്നതിന് ഭാവിക്ക് അനുയോജ്യമായ ഡാറ്റയും AI പ്ലാറ്റ്ഫോമും നിർമ്മിക്കുന്നതിന് ഡാറ്റ ബ്രിക്സുമായി കമ്പനി സഹകരണം പ്രഖ്യാപിച്ചു. ആനന്ദ് രതി വെൽത്ത് ഇന്ന് കമ്പനി ക്വാർട്ടർ 4 റിസൾട്ടുകൾ പ്രഖ്യാപിച്ചു. ഇയർ ഓൺ ഇയർ ബേസിസിൽ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ 40.35% ഉയർച്ച രേഖപ്പെടുത്തുകയും ചെയ്തു. ITC വിലക്കയറ്റം തുടരുകയാണെങ്കിൽ പ്രൊഡക്റ്റുകളുടെ വില ഉയർത്തിയേക്കാമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ദേവ് ഇൻഫർമേഷൻ ടെക്നോളജി ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ നിന്ന് 26 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.